നമസ്കാരം. 1960 മെയ് മാസം 21-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ എലന്തൂർ എന്ന ഗ്രാമത്തിൽ അഡ്വക്കേറ്റും ഗവൺമെൻറ് എംപ്ലോയിയുമായ മിസ്റ്റർ വിശ്വനാഥൻ്റെയും മിസ്സിസ് ശാന്തകുമാരിയുടെയും മകനായി നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ചേട്ടൻ പിറന്നു. അതിനുശേഷം തിരുവനന്തപുരം മുഴുവൻ മുകളിലേക്ക് താമസം മാറി. ഞാനിത് ഇവിടെ പറയാൻ കാര്യം, ഞാനും മോഹൻലാൽ ചേട്ടനും തമ്മിലുള്ള ഒരു ചെറിയൊരു ബന്ധത്തിൻ്റെ കാര്യം പറയാനാണ്. 1978 തിരുവനന്തപുരം MG കോളേജ്, മഹാത്മാഗാന്ധി കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഞാൻ 1978 അവിടെ പ്രീ ഡിഗ്രിക്ക് ചെന്നപ്പോൾ മോഹൻലാൽ ചേട്ടൻ 3-ാം വർഷം BCom പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ വർഷത്തെ മാഗസീൻ എഡിറ്റർ മോഹൻലാൽ ചേട്ടനായിരുന്നു. അപ്പോൾ ഈ മാഗസീനൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് കോളേജിൻ്റെ പോർട്ടിക്കോയിൽ വന്ന് ഇത് വെച്ചിട്ട് ഒത്തിരി ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം മോഹൻലാൽ ചേട്ടനെ കാണുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചർ. അതിനുശേഷം കോളേജിലെ യൂണിയൻ ഉദ്ഘാടനത്തിനും മോഹൻലാൽ ചേട്ടനും നമ്മളെ കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിരുന്ന കളത്തിൽ ഗോപാലകൃഷ്ണൻ നായരും പിന്നെ നമ്മളിപ്പോഴത്തെ നമ്മളെല്ലാവർക്കും പരിചയമുള്ള ജഗദീഷ് ചേട്ടൻ MG കോളേജിലെ ലെക്ചറായിരുന്നു ആ സമയത്ത്, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. മോഹൻലാൽ ചേട്ടനെയും എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് അഭിനയിച്ച നാടകം ഞാൻ ആ കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ ഇരുന്ന് കാണുകയും അതൊരു തമാശ നാടകമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കാവാലം നാരായണ പണിക്കരുടെ മകൻ കാവാലം ശ്രീകുമാറിൻ്റെ ഗാനമുള്ള ഇതൊക്കെയായിരുന്നു അന്നത്തെ നമ്മളെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിൻ്റെയൊക്കെ ഹൈലൈറ്റ്സ്. അപ്പോൾ ആ നാടകത്തിലൊക്കെ അഭിനയിച്ച മോഹൻലാൽ പിന്നെ മലയാള സിനിമയുടെ ഏറ്റവും മുടിചൂടാ മന്നനായി ഉയരുകയും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുകയും ചെയ്ത മോഹൻലാൽ ചേട്ടൻ്റെ ജന്മദിനം 21-ാം തീയതി ആയിരുന്നു. ആ മോഹൻലാൽ ചേട്ടന് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും ഞാൻ നേരുന്നു. പിന്നെ കുറച്ച് ഓർമ്മകൾ എനിക്കുള്ളത്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള സെൻട്രൽ സ്റ്റേഡിയമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തിരിച്ച് ഈ സെക്രട്ടേറിയറ്റിന് മുൻവശത്തുള്ള ആര്യഭവൻ എന്ന വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ചായ മേടിച്ച് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും കൂടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഫെൻസുണ്ട്, പച്ച പെയിൻ്റ് അടിച്ച ഫെൻസിൽ വന്നിരിക്കുകയും അപ്പോൾ മോഹൻലാൽ ചേട്ടനും 2-3 സുഹൃത്തുക്കളും അവിടെ വരികയും നമ്മളെ തൊട്ടപ്പുറത്ത് സാധാരണ ഇരിക്കുമായിരുന്നു. അന്ന് അവർ ബൈക്കിലാണ് വരുന്നത്, ഞങ്ങൾക്ക് സൈക്കിളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ മോഹൻലാൽ ചേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ച് ഈ മഞ്ഞുരുന്ന പൂക്കിലൊക്കെ അഭിനയിച്ചു. അതിനുശേഷം ഞാൻ സുഗമോ ദേവി എന്ന സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് എൻ്റെ പെങ്ങളുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോയി. പക്ഷെ അന്ന് ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ്, എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ ലൊക്കേഷനിൽ നിന്ന് ഞാൻ നടി ഉർവശിയുടെ അമ്മൂമ്മയുടെ ഒരു കോണ്ടാക്റ്റ് വെച്ച് എനിക്ക് കിട്ടുകയും ആ കട സിനിമാ നടി ഉർവശി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഞാൻ മമ്മൂട്ടി സാറിനെയും എനിക്ക് പോയി കാണാനുള്ളൊരു അവസരം കിട്ടി. സ്നേഹമുള്ള സിംഹം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ തിരുവനന്തപുരം കുമാരപുരത്ത് നടക്കുകയായിരുന്നു. മമ്മൂട്ടി സാറും നളിനി. അപ്പോൾ ഞാൻ മമ്മൂട്ടി സാറിനെ പോയി കണ്ടു. അപ്പോൾ വളരെ എളിമയോടെ എന്നോട് പറഞ്ഞ്, അനി ഒരു കാര്യം ചെയ്യും, സംവിധായകൻ സാജനോട് ചോദിക്കൂ, അയാൾ അനുവദിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സാജനോട് സമയം ചോദിക്കുകയും പക്ഷേ സാജൻ ടൈറ്റ് ഷെഡ്യൂളാണ്, ഞാൻ വിടാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ട് മമ്മൂട്ടി സാറിന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മോഹൻലാൽ ചേട്ടനോട്ടുള്ള ഒരു എനിക്കറിയാം. അപ്പോൾ ഈ മോഹൻലാൽ ചേട്ടൻ എവിടെയെങ്കിലും വെച്ച് ഇത് കാണുകയാണെങ്കിൽ ഇത് കേൾക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട്. പിന്നെ ഷാജി കൈലാസും ഞാനും കൂടെ സംവിധായകൻ ഷാജി കൈലാസും ഞാനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് MG കോളേജിൽ. ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജിന് ഒരേ ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ ആൾ വലിയ സംവിധാനമൊക്കെ ആയി. ഞാനും ഷാജി കൈലാസും കൂടി സിറ്റി ബസ്സിൽ
ഫുട്ബോളിൽ തൂങ്ങി നടന്നു യാത്ര ചെയ്തപ്പോൾ നമുക്ക് CIT കാർഡിൽ നിന്ന് അടി കിട്ടിയതും തിരിച്ചു പോയി കോളേജിൽ നിന്ന് പോയി തിരിച്ചടിച്ചതൊക്കെ ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് കാണാം. മോഹൻലാൽ ചേട്ടാ, ഞാനിപ്പോൾ കുടുംബമായിട്ട് കഴിഞ്ഞ 36 കൊല്ലമായിട്ട് UAE-ലാണ് ഞാൻ പ്രവാസ ജീവിതം നയിക്കുകയാണ്. എന്തെങ്കിലും നാട്ടിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നും കൂടി ഞാൻ മോഹൻലാൽ ഏട്ടന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. അതുപോലെ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയുടെ ഉന്നതിയിൽ നിൽക്കാൻ ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മെയ് 26 എൻ്റെയും പിറന്നാളാണ്. അതുകൂടി ഞാൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്.